ഞാൻ പ്രീതിയോട് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അവൾ പറയും കള്ളമാണെന്ന്. നീ വെറുതെ പ്രതിക്കെതിരായിട്ട് ഓർന്ന് സംസാരിക്കാതെ അസൂയ ഉണ്ടാണെന്ന്. ജലസ് മൈ ഫുഡ്. അത് എനിക്ക് കിരൺ നമ്പ്യാർക്ക ഈ വൃത്തികെട്ട നാണം കെട്ടവനോട് ജലസ് ആണ് പോലും എനിക്ക്. ഒരിക്കലുമില്ല. ഇവൻ ശരിയല്ലെന്ന് വെച്ചാൽ ശരിയല്ല, 100% ശരിയല്ല ഇവൻ. പക്ഷെ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കാല്ല, ഒന്നും വിശ്വസിക്കാനും പോകുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എന്താ ചെയ്യുന്നേ? സൃഷ്ടി ഞാൻ പറഞ്ഞ ഉറപ്പായിട്ടും കേൾക്കും. ഒരു കാര്യം ചെയ്യാം, അവളെ ഫോൺ ചെയ്ത് എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറയാം. ഫാമിലി മൊത്തം ഇവിടെ വന്നേ പറ്റൂ. വന്ന് കണ്ട് ഇവനെ കയ്യോടെ പിടിക്കട്ടെ. അപ്പൊ ഇവന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ എക്സ്പോസ് ആയിക്കോളും. അതോടെ നിന്റെ കാര്യം തീർന്നു മോനെ. ശരിയാ കിരൺ മുത്തേ, നിന്റെ പ്ലാൻ കറക്റ്റ് ആണ് മോനെ. പൃഥ്വി, നീ കാത്തിരുന്നോടാ. പ്രീത ചേച്ചി, എവിടെയാ ചേച്ചി പോയത്? പ്രീത ചേച്ചി, പ്രീത ചേച്ചി. ബിസിയാണല്ലോ. കിച്ചണിലും ഇല്ലല്ലോ, ബാത്റൂമിലുണ്ടെന്ന് നോക്കട്ടെ മുത്തശ്ശി. ഹലോ ഡോക്ടർ. ജാനകിയുടെ ആരോഗ്യനിലയിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങ് വേഗം വരണം. ഇപ്പം വരാൻ പറ്റില്ലേ? അത് സാരമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാൽ മതി. ശരി. ശരി. എന്റെ ദൈവമേ, ഇത്രയും നേരം ആരോടെ ഈ ഫോണിൽ സംസാരിക്കുന്നേ? ഒന്ന് ഫോൺ എടുക്ക. ഇറ്റ്സ് ആൻ അർജന്റ് തിങ്. എന്റെ മുത്തശ്ശി, പ്രീത ചേച്ചി ഇവിടെ അവള് മാർക്കറ്റിൽ പോയിട്ടുണ്ടാകും എന്തെങ്കിലും സാധനം വാങ്ങാൻ. എല്ലാ ജോലിയും അവളുടെ തലയിലല്ലേ. ശരിയാ. പിന്നെ ഡോക്ടറെ വിളിച്ചായിരുന്നോ? ഇപ്പൊ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഇപ്പം വരാൻ പറ്റില്ല, ഏതോ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞാ വരും. എന്താ സംഭവിക്കുന്നതെന്ന്. നീ എന്റെ അനിയത്തിയല്ലേ, അപ്പൊ നീ വേഗം എഴുന്നേക്ക്. നീ ഞാൻ പറഞ്ഞ കേക്കില്ലേ? വേഗം കണ്ണുറക്ക്. ജാനകി, അതേ അമ്മയെ നോക്കിയമ്മേ, ഞാൻ പറഞ്ഞതാ കണ്ണു തുറക്കാൻ, പക്ഷെ അവള് കണ്ണു തുറക്കുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നു വീണ്ടും ബോധം പോയെന്നാ. ഡോക്ടർ എന്താ പറഞ്ഞമ്മേ? അതമ്മേ, ഡോക്ടർ വൈകിട്ടേ വരത്തുള്ളൂ, എന്തോ ഓപ്പറേഷനിൽ ബിസിയാണെന്ന്. അപ്പൊ പ്രീത ചേച്ചി ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല, എവിടെ പോയതാന്ന് അറിയില്ല. അമ്മേ, ജാനകി ഇപ്പൊ കണ്ണു തുറക്കുന്നില്ലമ്മേ, എനിക്ക് ആകെ പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കെ, ഒരു തവണ ബോധം വന്നതല്ലേ, ഇനിയും വരും. അമ്മേ നോക്ക്, കണ്ണു തുറക്കുന്ന പോലെ ഉണ്ട്. അമ്മ, ഇത് ഇവള് കണ്ണു തുറന്നു. എന്റെ ദൈവമേ, ഒരുപാട് നന്ദി. നിനക്കെന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലേ? ശരി, എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്, എഴുന്നേക്ക്. പിന്നെയും ആന്റിയുടെ ബോധം പോയല്ലോ അമ്മേ. ജാനകി, എന്താ നിനക്ക് പറ്റിയേ? എനിക്കറിയാം എനിക്ക് തെറ്റ് പറ്റിയെന്ന്. ഞാൻ നിന്നെ ഇത്രയൊന്നും വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. ഇവരെല്ലാരും പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന്. എന്നാലും ഞാൻ സമ്മതിക്കാം, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാ. ഒന്നും മിണ്ടാതിരിക്കുന്നേ. അവൾക്ക് സുഖാവും. നമ്മൾ അല്പം കാത്തിരിക്കണമെന്ന് മാത്രം. അമ്മ, നീ എന്തിനാ സ്വയം കുറ്റപ്പെടുത്തുന്ന? ദൈവം എപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പോഴല്ലേ ഇവൾക്ക് ബോധം വരൂ. എല്ലാരും പറയുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ എനിക്കറിയാം ഇവളുടെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാ. ഞാൻ കാരണം തന്നെ ഇവളിങ്ങനെയായത്. എഴുന്നേക്ക്, എഴുന്നേക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ചേച്ചി വീട്ടിലില്ല കിരൺ സർ. എനിക്ക് പ്രീതിയോട് അല്ല സംസാരിക്കേണ്ടത്, എനിക്ക് സർലാൻഡിയോടാ സംസാരിക്കണ്ടേ. ഓ അത് ശരി. അമ്മേ, കിരൺ സാറിന് എന്തോ പറയാനുണ്ടെന്ന്. ഹലോ ആന്റി, അത് പ്രീത. ഓ സോറി മോനെ, ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയില്ല. അവള് വീട്ടിൽ വന്നിരുന്നു. ഞാൻ നിന്റെ ഫോൺ വന്ന കാര്യം പറയാൻ മറന്നു. ശരി, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ വല്ലാത്തൊരു അത്യാവശ്യ കാര്യത്തില്ല, എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. ആന്റി ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആന്റി. പൃഥ്വി ആന്റി, ഹലോ. ഇത് എന്തൊരു കഷ്ട, ഫോൺ തന്നെ കട്ട് ചെയ്തു. അവർക്ക് അറിയില്ലല്ലോ അവരുടെ മോളുടെ ജീവിതം രക്ഷിക്കാനാണ് ഞാൻ ഈ വിളിക്കുന്നതെന്ന്. പൃഥ്വി എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടി. ആർക്കും ഒരു താല്പര്യമില്ല. ഞാൻ കിടന്ന് കഷ്ടപ്പെടാ ഇവിടെ. എല്ലാം കുളമായി. ഇനി ഞാൻ എന്താ ചെയ്യാ? അവനെ വാച്ച് ചെയ്യാം. ആ ഐഡിയ കൊള്ളാം. അവൻ എപ്പോഴെങ്കിലും മുറുക്കി പുറത്തിറങ്ങുമല്ലോ. ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നോളാം. അതേ ഉള്ളു മാർഗം. ഒരു കാര്യം ചെയ്യ്, നീ പുറത്തേക്ക് പോ. സൃഷ്ടി ഇവൾക്ക് ചായയോ മറ്റോ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഇവിടെ ഇരിക്കാം, പൊക്കോളും. അമ്മ റിലാക്സ് ചെയ്ത്, എന്തിനാ ഇങ്ങനെ ഹൈപ്പർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നേ? ബേബി, എന്നോടൊരു കാര്യം പറയണം. എന്താ കവിതേന്റെ ആളെ കുറിച്ച് നിന്നോട് പോലും പറഞ്ഞോ? രോഹിത് എന്നെ കുറിച്ച് അന്വേഷിക്കാനായി നിയോഗിച്ച്. എനിക്ക് ഇത്ര മാത്രമേ അറിയൂ, അയാൾ രോഹിത്തിന്റെ ഓഫീസിലുള്ള ഏതോ സ്റ്റാഫാണെന്ന്. കവിതാന്റി അങ്ങനെയാ പറഞ്ഞത്. ബേബി, ഒരു കാര്യം ചെയ്യ്, അയാളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്ക്. അയാളുടെ പേരെന്താണ്, അയാൾ ആരാണ്? നീ കവിതയോട് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഐ എം ഡാം ഷുവർ കവിതയ്ക്ക് അറിയായിരിക്കും ഈ വ്യക്തി ആരാണെന്ന്. എന്നെ കുറിച്ച് അന്വേഷിക്കാനായി പറഞ്ഞു വെച്ചിരിക്കുന്ന ആളെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. ഞാൻ അയാളെ കൈകാര്യം ചെയ്തോളാം. എനിക്ക് ഇങ്ങനെയുള്ള ആളുകൾ തീരെ ഇഷ്ടമല്ല. എന്നെ പിന്തുടർന്ന് എന്നെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവരെ ഞാൻ അവരെ നല്ലൊരു പാഠം പഠിപ്പിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്.
നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? എന്തൊക്കെയായി പറയുന്നത്? അയാൾ നമ്മുടെ ഗസ്റ്റാണ്. ഗസ്റ്റിനോട് വഴക്ക് കൂടാൻ പാടില്ല, മനസ്സിലായോ? പക്ഷെ സാർ, ആദ്യം അയാൾ ഭക്ഷണം ചോദിച്ചു, അതിനുശേഷം റീസൺ എന്ത് തന്നെയായാലും എനിക്കത് കേൾക്കണ്ട. ഇനിയെങ്കിലും കുറച്ച്. അല്ല കിരൺ സാർ, ഹായ്, സുഖമല്ലേ സാർ? ഐ എം ഗുഡ്. നിങ്ങൾ ഇവിടെ ആരെങ്കിലും കാണാൻ വന്നതായിരിക്കും അല്ലേ? യാ. സാർ നമ്മുടെ ഹോട്ടലിൽ തന്നെയല്ലേ താമസിക്കുന്നത്? കുറച്ച് മുമ്പ് ഞാൻ ഈ കൊറിഡോറിൽ സാറിനെ കണ്ടല്ലോ. ഓ ഗോഡ്, എന്ന് വെച്ചാൽ ഇയാൾ എന്നെ നോട്ടീസ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? യാ, അത് ആക്ച്വലി എന്നെ ചാവി അകത്തായിപ്പോയി. ഐ എം ലോക്ക്ഡ് ഔട്ട്. എന്റെ സാറേ, അത് എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ തുറന്നു തരാം. റൂം നമ്പർ പറഞ്ഞാൽ മതി. അങ്ങനെയെങ്കിൽ വാതിൽ തുറന്ന് പതിയെ നോക്കാൻ കഴിയും ആ പെണ്ണ് ആരാണെന്ന്. ആ റൂം നമ്പർ എത്രയാന്ന് വെച്ചാ ആ റൂമാ. വരൂ സാർ, ഞാൻ തന്നെ തുറന്നു തരാം. വരൂ. അതിന്റെ ആവശ്യം എന്താ? ഞാൻ തന്നെ ചെയ്തോളാം. ആദ്യം നിങ്ങൾ ആ വെയിറ്ററെ ഡീൽ ചെയ്യുക. അയാൾ എത്ര ദേഷ്യമായിട്ടാ സംസാരിച്ചേ. നിങ്ങൾ മാനേജർ അല്ലേ? ഒരു വെയിറ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? സാർ പറഞ്ഞത് ശരിയാണ് സാർ. ഇതെന്തൊരു കഷ്ടം, തുറക്കാനും കഴിയുന്നില്ല. ഒന്ന് തുറക്ക് വേഗം. എവിടെ പോവാ? ബേബി, എനിക്ക് തോന്നുന്നു ഡോറിന് പുറത്ത് ആരോ ഉണ്ട്. ആരോ ഡോർ ഓപ്പൺ ചെയ്യാനായി ശ്രമിക്കുന്നു. ഞാൻ ശബ്ദം കേട്ടു. അതെന്തായാലും ഹോട്ടൽ സ്റ്റാഫ് ആയിരിക്കില്ല. കാരണം ഹോട്ടലിലുള്ളവർക്ക് ഓൾറെഡി അറിയാം ഈ റൂം എന്റെ പേരിൽ ബുക്ക്ഡ് ആണെന്ന്. പക്ഷേ നിനക്കെങ്ങനെ മനസ്സിലായി പുറത്താരോ ഉണ്ടെന്ന്? ഞാൻ ശബ്ദം കേട്ടു. പിന്നെ എനിക്ക് തോന്നി അത് ഹോട്ടലിലുള്ള ആരും അല്ലെന്ന്, പുറത്തുനിന്നുള്ള ആരോ ആണെന്ന്. അയാൾ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അതിനർത്ഥം ആരോ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇല്ല, ഞാനിത് അനുവദിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഒരക്ഷരം മിണ്ടരുത്, ഓക്കെ? അതെ മാനേജർ, ഹായ്. ആ സാർ, ഞാൻ ഡോർ തുറന്ന് അകത്തുനിന്ന് കീ എടുത്തായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. സാർ, എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല സാർ. ഞാൻ എന്റെ ജോലി മതിയാക്കി പോവുക. ഏയ് എക്സ്ക്യൂസ് മീ, ഏയ് നിൽക്ക്. ഇവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അലേർട്ടാവും. ഇവിടുന്ന് രക്ഷപ്പെട്ട് കളയും. ഞാൻ സരള ആൻറ്റിയോട് സംസാരിക്കുന്നവരെ ഇവൻ ഇവിടുന്ന് പോകാൻ പാടില്ല. അതിന് ടൈം എടുക്കും എനിക്ക്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ പ്ലാനും ഫ്ലോപ്പ് ആയി പോകും. എക്സ്ക്യൂസ് മീ സർ. ഷുവർ. എക്സ്ക്യൂസ് മീ. യെസ്. കുറച്ചു മുമ്പ് ആരോ എന്റെ റൂം ഓപ്പൺ ചെയ്യാനായി ശ്രമിച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ഫ്ലോറിൽ കണ്ടിരുന്നോ? ഇല്ല സർ, അങ്ങനെ ആരും ഇവിടെ വന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. ഫ്ലോറിൽ ഹോട്ടൽ സ്റ്റാഫിനെ അല്ലാതെ മറ്റാരെയും കാണുന്നില്ലല്ലോ. പിന്നെ ആരായിരിക്കും? ആരായാലും ഓടിപ്പോയെന്നാ തോന്നുന്നത്. എന്തായി? ആരെയും കണ്ടില്ല. ഈ ഫ്ലോറിൽ ഹോട്ടൽ സ്റ്റാഫ് അല്ലാതെ മറ്റാരുമില്ല. എനിക്ക് തോന്നുന്നു അയാൾ എന്തായാലും ഓടിപ്പോയതായിരിക്കും. എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഓടിച്ച് റെഡിയാക്കിയാണ്. മാം, ബിൽ. താങ്ക്സ്.
താങ്ക്സ്. മാം ഞാൻ ഭക്ഷണം സെർവ് ചെയ്യട്ടെ? വേണ്ട, ഞാൻ ചെയ്തോളാം. നിങ്ങൾ എല്ലാം ട്രോളിൽ തന്നെ വെച്ചാൽ മതി. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ റൂം സർവീസിനെ വിളിച്ചോളാം. ഓക്കെ? ഓക്കെ മാം. ഓ നോ നോ, വെയിറ്റർ ഇവരോട് പറയാ നിങ്ങൾക്ക് ട്രോളി പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന്. പ്ലീസ് ഒന്ന് പറയുന്നേ. ഹായ്. യെസ് ഡാർലിംഗ്. ഓ ഗോഡ്, ഇപ്പൊ ഞാൻ എങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങാ? ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എപ്പോ എത്തും? ഓക്കെ ബൈ. കം ഫാസ്റ്റർ. ഞാൻ ഭക്ഷണം വരുത്തിയിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ പോവുക. എന്റെ ദൈവമേ, എന്താ ചെയ്യാ? നോക്ക്, ഞാൻ നിന്നെ സ്റ്റോപ്പ് ചെയ്യിച്ചതാ. എന്നെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ അതിനെ ഓക്കെ ഓക്കെ ഫൈൻ. ശരി, അപ്പൊ എനിക്ക് ഒരല്പം തിരക്കുണ്ട്. പിന്നെ കാണാം. ഓക്കെ ബൈ. ഞാൻ എത്ര ദിവസം ആഗ്രഹിക്കായിരുന്നു നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അവസാനം ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് നിങ്ങൾ എന്നെ മുറിയിലേക്ക് അയച്ചു. ശരിക്കും ദൈവമല്ല, വെയിറ്റർ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. വെയിറ്ററോട് താങ്ക്സ് പറയാം. അതൊരു നിമിത്തമായിരുന്നു. എന്നാ ശരി, ഞാൻ പോവാ. ഓക്കെ ബൈ. പ്രീത? പ്രീത? No, പ്രിയ. ഓ പ്രിയ. ഓക്കെ ബൈ, പിന്നെ കാണാം. No. ഈ പ്രീത ആരാ? എന്താ നിങ്ങളുടെ ഗേൾഫ്രണ്ടാ? പ്രീത? ഓ അത് അവളെന്റെ വലിയ ഫാനാണ്. വലിയൊരു ഫാൻ. ഓക്കെ ബൈ, ടേക്ക് കെയർ. നിക്ക്, ഞാൻ നിങ്ങളെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഫാൻസിനേക്കാൾ മുകളിലെത്താൻ എനിക്ക് സാധിക്കും. ആണോ? നോ, വാട്ട് ടു സേ? ലിസൺ, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നു. ബൈ. കേട്ടോ, നിങ്ങൾ വലിയൊരു ഫ്ലോട്ട് ആണെന്നാ. പക്ഷെ എനിക്ക് ഫ്ലോട്ടിലുള്ള അവസരം തരുന്നില്ലല്ലോ. ഞാൻ ഫ്ലേർട്ട് തന്നെയാണ്. അതൊക്കെ പിന്നീടാവും. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നു. ബൈ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്റെ നമ്പർ കൊണ്ടുപോ. എന്നിട്ട് തീർച്ചയായും എന്നെ വിളിക്കണം. ഓക്കെ ഹാൻസം? ഓക്കെ, ഗിവ് മീ യുവർ നമ്പർ. I have just put it. Here. Call me. താങ്ക് യു പ്രീത. ഐ മീൻ പ്രിയ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എനിക്ക്? പ്രീതിയെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുന്ന എന്തിനാ? എത്ര വലിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൾ വിശ്വസിക്കാനേ പോകുന്നില്ല. ഞാൻ എന്തിനാ വെറുതെ അവൾക്ക് വേണ്ടി ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്നേ? ഫ്ലേർട്ട് ചെയ്യാനുള്ള നല്ലൊരു അവസരം ഞാൻ വെറുതെ പാഴാക്കി കളഞ്ഞത്. സരള ആന്റി എന്താ ഇതുവരെ വിളിക്കാത്തെ? ചിലപ്പോ എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്നേ. ആ പൃഥ്വിയുടെ സത്യം പുറത്തു കൊണ്ടുവരാൻ ഇനിയും ഡിലേ ആവാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞ് അവരെ ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചേ പറ്റൂ ഇപ്പൊ തന്നെ. എന്താ ചെയ്യാ കിരൺ? എന്താ ചെയ്യാ ഇപ്പോ? കെട്ടിപ്പോയി. സരളാൻ്റെ ഇത് കേട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഓടി വരും. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ. പക്ഷെ കിരൺ മോനെ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല എനിക്ക്. നീ വേഗം ഒന്ന് വിളിച്ചേക്ക്. ഏയ് സരള, നോക്ക്, നിനക്കാരുടെ ഫോൺ വരുന്നു. ആ ശരി അമ്മേ. കിരൺ? ഹലോ. ഹലോ ആന്റി. മോനെ സോറി, ഞാൻ പ്രീതിയോട് പറയാൻ മറന്നുപോയി. അത് കുഴപ്പമൊന്നുമില്ല ആന്റി. ആന്റി പറഞ്ഞില്ലേ പ്രീത വീട്ടിലില്ലാന്ന്? ആന്റി അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ആന്റി? അത് ഞാൻ നിന്നോട് പറഞ്ഞ സത്യം തന്നെയാ. ഞാൻ അവളോട് പറഞ്ഞോളാം. നിന്നെ അങ്ങോട്ട് പെട്ടെന്ന് വിളിക്കാൻ. അല്ല, അത് പിന്നെ ആക്ച്വലി ആന്റി എങ്ങനെ അവള് വിളിക്കാനാ? അവൾക്ക് ആക്സിഡന്റ് പറ്റിയിരിക്കല്ലേ? പ്രീതിക്ക് ആക്സിഡന്റോ? ആക്സിഡന്റ്? കിരൺ പറയുന്നു പ്രീതിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്. ചേച്ചിക്ക് ആക്സിഡന്റ് ആയെന്നോ? കിരൺ പറയായിരുന്നു പ്രീതിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്. ഏതോ ഹോട്ടലിലാന്ന്. എവിടെ വെച്ച് അവൾക്ക് ആക്സിഡന്റ് പറ്റിയത്? അത് ആന്റി, ഹോട്ടൽ ശ്രീനിന് മുന്നിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്. ഞാനിപ്പോ അവളെ ഹോട്ടലിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. എല്ലാവരും വേഗം വരും ആന്റി. ഞാൻ ലോബിയിൽ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വേഗം വരാം. അവൾക്ക് ആക്സിഡന്റ് പറ്റി. അവൾ അവിടെ വെയിറ്റ് ചെയ്യാ. നീ ഒരു കാര്യം ചെയ്യാ, അലമാരി ഇന്ന് കുറച്ച് പൈസ എടുത്തോണ്ട് വരെ. പെട്ടെന്നാവട്ടെ. എന്റെ ദൈവമേ, എത്ര വലിയ കള്ളം എനിക്ക് പറയേണ്ടി വന്നത്. ഇതിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു എനിക്ക്? പോട്ടെ. ഈ കാര്യം പറഞ്ഞതുകൊണ്ട് മുഴുവൻ ഫാമിലി ഉടനെ എത്തും. ആ പൃഥ്വിയുടെ കാര്യം ഇതോടെ അവസാനിച്ചിരിക്കും. ജോത്സരെ, ഇനി ഉദ്ദേശം എത്ര സമയം കൂടി എടുക്കും? 2 മിനിറ്റ് കൂടി. അത്രയും നേരം കാത്തിരിക്കാൻ വയ്യ ജോത്സരെ. എടത്തി, ഇന്ന് എനിക്ക് എടത്തിയോട് ഒരുപാട് ഇഷ്ടം തോന്നുക. എന്താണെന്നറിയോ? ബിക്കോസ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ശരിയായ കാര്യത്തിന് വേണ്ടിയാ എടത്തി ഇത്രയും ടെൻഷൻ ആകുന്നത്. രോഹിത്തിന്റെ ഷേളിന്റെ നിശ്ചയത്തിന് വേണ്ടി അല്ലേ? ചേച്ചി, ഞാൻ അത്രമാത്രം എക്സൈറ്റഡ് ആവുന്നുണ്ട്. പിന്നെന്താ പറയാ, ആങ്ഷ്യസും ആകുന്നുണ്ട്. അറിയാമോ, മറ്റുള്ളവരുടെയൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് എന്റെ സ്വന്തം മകന്റെ മൈലാഞ്ചിയുടെ ചടങ്ങായതുകൊണ്ട് എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. രോഹിത്,
വാ മോനെ, നീ ശരിയായ സമയത്ത് തന്നെ വന്നത്. ആഹാ ആന്റിയോ? ആന്റി നമസ്കാരം. സുഖമല്ലേ? നമസ്കാരം. നീ ആദ്യം വന്ന് എന്റെ അടുത്തേക്ക് ഇരിക്കെ. ഒന്നുമല്ലെങ്കിൽ നീ എന്റെ മരുമോനാക്കാൻ പോകുന്ന ആളല്ലേ. എന്റെ അടുത്തേക്ക് ഇരിക്കെ. എന്താ എല്ലാരും ഇവിടെ? ജോത്സ്യനും വന്നിരിക്കുന്നു. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഓഫ് കോഴ്സ് രോഹിത്, വളരെ വിശേഷപ്പെട്ട കാര്യം. മുഹൂർത്തം നോക്കുക. നിന്റെ ഷേളിന്റെ നിശ്ചയത്തിനുള്ള മുഹൂർത്തം. ആങ്ഷ്യസ്ലി വെയിറ്റ് ചെയ്യാ ഡേറ്റ് ഏതാ കിട്ടുന്നതെന്ന്. സത്യം പറഞ്ഞ നിന്റെ മനസ്സിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അല്ലേ? മുഖം കണ്ടാൽ തന്നെ എല്ലാം മനസ്സിലാകുമല്ലോ. ജോത്സ്യരെ, മുഹൂർത്തം ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? 3 ദിവസം കഴിഞ്ഞ്, അതായത് ഇന്ന് മുതൽ 3 ദിവസം കഴിഞ്ഞുള്ള മുഹൂർത്തം വളരെ ശുഭമാണ്. ആ ദിവസം മൈലാഞ്ചിയിടൽ ചടങ്ങും നിശ്ചയവും ഒരുമിച്ച് നടത്തിയാൽ വളരെ നന്നായിരിക്കും. ചേച്ചി, നമ്മളപ്പോ എല്ലാ കാര്യങ്ങളും വേഗം തന്നെ ചെയ്യേണ്ടി വരുമല്ലേ? ഓഫ് കോഴ്സ് എടുത്തി ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഞാനില്ലേ ഇവിടെ, നമുക്ക് എല്ലാം അയ്യോ, ഭംഗിയാക്കാം. എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നോ പറയാൻ പറ്റുന്നില്ല. ഡാൻസ് സ്റ്റെപ്പ് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ എന്റെ രോഹിതിന്റെ നിശ്ചയത്തിനും വിവാഹത്തിനും സെരിമണിക്കും ഒക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തൊരു സ്റ്റാർ ആയേനെ. സൂപ്പർ. പിന്നെ സഞ്ജന, നീയും പെൺകുട്ടിയുടെ അമ്മയല്ലേ, നന്നായി പെർഫോം ചെയ്യണം. ഓക്കെ? അമ്മ നമ്മളെ റിസപ്ഷനിൽ എത്തിയല്ലോ. ഈ കിരൺ സാർ എവിടെയാ? കിരൺ എവിടെ? ദേ കിരൺ വന്നു. കിരൺ സാർ, കിരൺ, പ്രീതി എവിടെ? മോനെ, ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടായത്? എന്തെങ്കിലും ഒന്ന് പറയേ. പ്രീതി എവിടെ? അവർക്ക് എന്താ പരിക്ക് പറ്റിയത്? എന്റെ മനസ്സ് വല്ലാതെ പരിഭ്രാന്തിയില്ല. ഇപ്പൊ ഇവരോട് എന്താ പറയാ? എങ്ങനെ പറയും ഞാൻ കള്ളം പറഞ്ഞാണെന്ന്? ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലെന്ന്. ഒരു മിനിറ്റ് കിരൺ സാർ. ആക്സിഡന്റ് നടന്നപ്പോ ചേച്ചി കിരൺ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നോ? നോക്ക് കിരൺ, ഒന്നും ഒളിക്കണ്ട. എന്താണെങ്കിലും പറയേ, എന്താ സംഭവിച്ചത്? വേഗം പറയേ. സത്യമായിട്ട് ഞാൻ വല്ലാത്തൊരു ടെൻഷനില്ല മോനെ. അവൾ എവിടെയാണെന്നെങ്കിലും ഒന്ന് പറയേ. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ കുഴപ്പമുണ്ട്. കിരൺ സാർ, സാർ എന്താ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തെ? ഞങ്ങളെ ഹോട്ടലിലോട്ട് വിളിച്ച എന്തിനാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അവളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കല്ലേ വേണ്ടത്. എന്നിട്ട് ഈ ഹോട്ടലിൽ എന്താണെന്ന് പറയൂ. ഒരു മിനിറ്റ് ആന്റി, നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് മുറിയിലേക്ക് വരൂ. അവിടെ പ്രീതിയുണ്ട്. ഒരുപാട് മുറിവൊന്നുമില്ല ആന്റി. ഇതെന്താ ഈ നടക്കുന്നേ? സാർ എന്തായാലും എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പക്ഷേ സാർ, സാർ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു മിനിറ്റ്. സത്യത്തിൽ എന്റെ ചേച്ചി ഇവിടെ ഉണ്ടോ ഇല്ലയോ? നീ എന്തൊക്കെയാ ചെയ്യുന്നത് സൃഷ്ടി? നീ എന്തിനാ കിരണിനെ തടയുന്നത്? നീ അങ്ങോട്ട് മാറി ഇവിടെ ഇത് ശരിയല്ല. എന്താ ശരിയല്ലാത്തതെന്ന് സാർ നമ്മളോട് പറയും. ഞാൻ പറഞ്ഞത് സത്യല്ലേ സാർ? സാർ ഞങ്ങളോട് എന്തോ മറക്കുന്നില്ലേ? ഞങ്ങൾ എത്ര നേരമായിട്ട് ഓരോന്ന് ചോദിക്കുക. സാർ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? ഒരു ചോദ്യത്തിന് പോലും സാർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല. എനിക്കറിയാം സാർ അങ്ങനെയൊന്നും അല്ലാന്ന്. പക്ഷെ ഒരാളുടെ ഫാമിലിയിലേക്ക് വിളിച്ചിട്ട് അയാൾക്ക് ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞ സാർ എന്താ ഇങ്ങനെ? ഞങ്ങൾ എത്ര സ്ട്രെസ്ഡ് ഔട്ട് ആയി, എത്ര ടെൻഷൻ അടിച്ചോന്ന് സാറിന് അറിയോ? പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി ചേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. ചേച്ചി സുഖമായിട്ട് തന്നെയാ ഇരിക്കുന്നത്. പിന്നെ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്ര ഉള്ളൊരു മുറിവാണെങ്കിലും സാർ ചേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ശരി, ഹോസ്പിറ്റലിന്റെ കാര്യം പോട്ടെ. ഞങ്ങൾ എന്തിനാ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയേ? സാർ എന്തായി ഒളിപ്പിക്കുന്നത്? എന്നോട് പറ. എനിക്ക് ഇപ്പൊ തന്നെ അറിയണം സാർ എന്താ ഒളിപ്പിക്കുന്നത്. സൃഷ്ടി, നീ വായിൽ വരുന്നൊക്കെ വിളിച്ചു പോവുകയാണോ? ആലോചിക്കുന്ന പോലെയല്ല എന്താ വിളിച്ചു പറയുന്നെന്നും ആരോടാ പറയുന്നെന്നും. മോനെ, നീ ഇവള് പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട. നീ ആന്റി, ഇവള് പറഞ്ഞത് ശരിയാ. പ്രീതിക്ക് ഒരു കുഴപ്പമില്ല.